സാധാരണ നിലയിൽ അങ്ങനെ ഒരു സ്ത്രീയൊക്കെ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും പോലീസിനൊക്കെ അറിയിക്കും. സ്വാഭാവികമായിട്ട് എന്തായാലും ഒരു പോസ്റ്റ് എടുക്കാൻ വരുന്നത് നമ്മൾ പോലീസിനായിട്ട് അറിയിക്കും, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി അറിയിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ. അങ്ങനെ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. സാധാരണ രീതിയിൽ റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് ആൾക്കാർ. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സത്യം പറഞ്ഞ ഈ വീഡിയോ എനിക്ക് 2-3 ദിവസം മുമ്പേ ഇടണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇടാൻ ഒരേ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ ചേച്ചിക്ക് എന്തോ ശിക്ഷ കൊടുക്കുന്നതെന്ന് എനിക്കൊന്ന് അറിയണമായിരുന്നു. നിങ്ങൾ എന്തെങ്കിലും കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് ഒരു 100 തരം കേസുകളാണ് വെച്ച് ചാർജ് ചെയ്യുന്നത്. പക്ഷേ ഈ ചേച്ചി കാരണം ഒരാളുടെ ജീവനാണ് പോയേക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഓരോ പ്രാവശ്യം കാണുമ്പോഴും എനിക്ക് ചൊറിഞ്ഞു കയറി വരിക. ഇത്രയും തിരക്കുള്ള ബസ്, അതിനകത്ത് ഒരാൾക്ക് പോലും ഇരിക്കാനുള്ള സ്ഥലമില്ല. എന്നിട്ട് എല്ലാവരും എണ്ണിച്ച് നിൽക്കും. ആ തിരക്കിൻ്റെ ഇടയ്ക്ക് പോലും പുള്ളിക്കാരൻ ആ ചേച്ചിയിൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് ഇട്ടാണ് നിൽക്കുന്നത്. അത്രയും ഡിസ്റ്റൻസ് ഇട്ട് പുള്ളിക്കാരൻ നിന്നിട്ട് പോലും ചേച്ചിയുടെ ഫോണും ഓണാക്കി വെച്ചിട്ട് ഇത്രയും ഡിസ്റ്റൻസ് ഈ ഫോണും പിടിച്ചിട്ട് അവിടെ നിന്ന് വ്ളോഗ് എടുക്കുന്നത്. സത്യം പറഞ്ഞ പുള്ളിക്കാരി എന്തോ അവിടെ കാണിച്ചാൽ റീച്ചിന് വേണ്ടിയാണെങ്കിൽ ആ പുള്ളിക്കാരൻ്റെ മുഖമെങ്കിലും ബ്ലർ ചെയ്യാനുള്ള ഒരു മര്യാദ കാണിക്കണം. അതല്ല പുള്ളിക്കാരനായിട്ട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ആ ബസ്സിൽ വെച്ച് സംസാരിക്കണം. എല്ലാ ആണുങ്ങളും സപ്പോർട്ട് ചെയ്തല്ല ഞാൻ സംസാരിക്കുന്നത്. കാരണം ലോകത്തുള്ള എല്ലാ ആണുങ്ങളും പുണ്യാളന്മാരൊന്നും അല്ല. എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആ കണ്ടക്ടർ ഒന്ന് മാനേജ് ചെയ്ത് തന്നെ, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോട്ട് വണ്ടി വിട്ട് തന്നെ. പക്ഷേ അതൊന്നും ചെയ്യാതെ ചേച്ചി ഒരു ക്യാമറ നീട്ടി പിടിച്ച് വ്ളോഗ് മാതിരി എടുത്തു കഴിഞ്ഞാൽ ആരും അത് അറിയാൻ പോകുന്നില്ല. പിറ്റേ ദിവസം വന്ന് അത് റീൽസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ട് ഓരോ ദിവസം എണ്ണിച്ചൊന്ന് റീച്ച് നോക്കിയത് ചേച്ചി, കാശ് വീണത് ചേച്ചിക്ക്. പക്ഷെ അതിന്റെ പേര് പോയത് ഒരു ജീവന്. പുള്ളിക്കാരൻ്റെ ഒരു ലൈഫുണ്ട്, പുള്ളിക്കാരൻ്റെ ഫാമിലിക്ക് ഒരു ലൈഫുണ്ട്. ആ ഫാമിലിയുടെ ചുമതല ഫുള്ള് ഏറ്റെടുത്തേക്കുന്ന പുള്ളിക്കാരനെ. സത്യം പറഞ്ഞാൽ ആ വീടിനെ നെടുന്നൂട് പോയെന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇതിന്റെയൊക്കെ ആരംഭം ഈ പെണ്ണുമ്പുള്ള തുടങ്ങി വെച്ച്. ഹായ്, ഞാൻ അപ്സ കേരളജി. നിങ്ങൾ എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ ഫസ്റ്റ് വീഡിയോ ഞങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളയാ. അയ്യോ, പുള്ളിക്കാരെ ചുറ്റിട്ട് ഭാവെ ശല്യം ചെയ്യുന്ന. പക്ഷേ ഈ ക്യാമറ ഓണാക്കിയതിന് ശേഷം പുള്ളിക്കാരെ ചേച്ചി ഒന്ന് നോക്കിയിട്ട് പോലും ഇല്ല. ഞങ്ങൾ തന്നെ ചോറ് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ടല്ലോ. ചേച്ചി മാത്രമേ ചേച്ചി വലിയ ബിസിനസ് സ്കെയിലൊന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് റീൽസ് ഉണ്ടാക്കി ഇട്ടെന്ന് വരെ ചേച്ചിക്ക് മാത്രമല്ല ലോകത്തിൽ ബുദ്ധിയുള്ളത്. സംഭവം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു റീൽസ് ആക്കി അങ്ങ് അപ്ലോഡ് ചെയ്ത് ആ റീൽസിന് ഏകദേശം 7.1 മില്യൺ വ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഒറ്റ സാധനം കാരണം എല്ലാവരും ഇതങ്ങ് ട്രെൻഡ് ആക്കി എടുത്ത്. കാരണം ഈ സംഭവം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും വൈറലാകാൻ പറ്റും, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക്. ആർക്കും നഷ്ടമായി. ആ പുള്ളിക്കാരൻ്റെ ലൈഫ് പോവുകയും ചെയ്തു. പിന്നെ ഈ ചേച്ചിക്കുള്ള വടം ചായയൊക്കെ നേരത്തെ പോലീസുകാർ കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഇവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. മറ്റേ നടിയായിട്ടുള്ള പുള്ളിക്കാരി, ഞാൻ റീച്ചിന് വേണ്ടി ചെയ്യുന്ന സംഭവമല്ല, പുള്ളിക്കാരൻ്റെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ കാണുന്ന പോലീസുകാരൊന്നും ചേച്ചി ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ലെന്ന്. പുള്ളിക്കാരിക്കെതിരെ പോലീസ് കേസ് പറഞ്ഞതിന്റെ ഏകദേശം കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം ചേച്ചിയെ കാണാനില്ല. എന്ത് മാഞ്ഞു പോയോ? സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചതിൽ മനം നൊന്ത് കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിയായ യുവതി ഒളിവിലാണ്. നടന്നിട്ടുള്ള ഇൻസിഡന്റ് ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് പോലീസുകാരുടെ അടുത്ത് പറയണം, അല്ലെങ്കിൽ കോടതിയിൽ പോയി പറയണം. അത് പറയാതെ ചേച്ചി നാട് വിട്ടിട്ടുണ്ട്. അതും പോരാഞ്ഞ് ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് പ്രൈവറ്റ് ആക്കി. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമെ കാണാനില്ല. അതിൽ കൂടെ എന്തോ മനസ്സിലാക്കണം, ചേച്ചി റീച്ചിന് വേണ്ടി ചെയ്തിട്ടുള്ള വീഡിയോ അല്ല അത്. പോലീസുകാരുടെ അടുത്ത് റെസ്പെക്ട് കൂടിയ ഒരു മൂവ്മെന്റ് ആയിരുന്നു ഈ ചേച്ചിക്കെതിരെ കേസ് പറഞ്ഞിട്ടുണ്ടെന്നുള്ള ആ ഒരു മൂവ്മെന്റ്. ഒന്നുകൂടെ ഒന്ന് നോക്കണം. കാണുമ്പോൾ ഇങ്ങനെ ചൊറിഞ്ഞു കയറി വരും. അത് പുള്ളിക്കാരനാണെങ്കിൽ അനങ്ങുന്നില്ല. അതായത് ഇത്രയും ഡിസ്റ്റൻസ് ഇട്ടിരിക്കുന്ന പുള്ളിക്കാരൻ എന്തോ അനങ്ങാൻ. എന്നിട്ട് ആ പുള്ളിക്കാരന്റെ മുഖം കിട്ടാതെ ചേച്ചി കറങ്ങിപ്പോയി അതിന്റെ അപ്പുറത്ത് നിന്നിട്ട് ആ ആംഗിളിൽ വെച്ച് ഫോൺ പിടിച്ചേക്കുന്നു. ഇതിൽ കൂടെ സത്യം പറഞ്ഞാൽ ചേച്ചിക്ക് എന്ത് മനസ്സുഖം കിട്ടുന്നത്? മില്യൺസ് ഓഫ് വ്യൂസ് കൂടുന്നത് കണ്ടിട്ടോ, അതോ ലൈക്ക് ഇത്രയും കിട്ടുന്നത് കണ്ടിട്ടോ, അതോ ഫോളോവേഴ്സ് കൂടുന്നത് കണ്ടിട്ടോ? പുള്ളിക്കാരൻ്റെ ലൈഫാണ് നഷ്ടപ്പെട്ടത്. എൻ്റെ ഒരു അഭിപ്രായം നോക്കുകയാണെങ്കിൽ KSRTC ബസ്സോ പ്രൈവറ്റ് ബസ്സോ ഏതായാലും എൻ്റെ നടുക്ക് ഇതിലെ സെൻട്രൽ ജയിലിൻ്റെ ഒക്കെ ഗേറ്റുമാതിരി 4 കമ്പി വെൽഡ് ചെയ്ത് വെക്കണം. എന്നിട്ട് ഫ്രണ്ടിലത്തെ വശം മൊത്തം ആ പെണ്ണുങ്ങൾക്കും കൊടുക്കണം, ബാക്കിലത്തെ വശം മൊത്തം ആണുങ്ങൾക്കും കൊടുക്കണം. ഇല്ലെങ്കിൽ പിന്നെ കുറേ ആൾമാർ ക്യാമറ ഓണാക്കി വെച്ച് വരും. ഇനിയിപ്പോൾ കച്ചവടക്കാർക്ക് കച്ചവടം കൊണ്ടെങ്കിലും ബസ്സിൻ്റെ വെളിയിൽ കുറേ കാർഡ്ബോർഡ് പീസസും കൊണ്ട് വെളിയിൽ നിന്നാൽ മതി, അകത്തോട്ട് കൊടുത്തു വിടാൻ വേണ്ടി. പിന്നെ നല്ലൊരു ബിസിനസ് അല്ലേ ഇത്? ഞാൻ തമാശയാക്കാൻ പറയുന്നതല്ലേ. ഇനിയിപ്പോൾ കാർഡ്ബോർഡും കൊണ്ട് ചെന്നില്ലെങ്കിൽ ആരെങ്കിലും ഒരുമിച്ച് ഇരിക്കേണ്ട ഏതെങ്കിലും ഒരു അവസരം വന്നു കഴിഞ്ഞാൽ പിന്നെയും ക്യാമറ ഓണാക്കി പിടിച്ചോണ്ട് കുറെ എണ്ണം വരും, കുറെ പേര് മരിക്കുകയും ചെയ്യും. എനിക്ക് ആ ചേച്ചിയുടെ അവസ്ഥ മനസ്സിലാവുന്നില്ല. അവർക്ക് ചോറിറങ്ങും, അത് ഉറങ്ങാൻ പറ്റും രാത്രി കിടന്ന്. ആ അമ്മൂമ്മയുടെ കരച്ചിൽ കണ്ട് കണ്ണിറയാത്ത ഒരു മലയാളി പോലും ഈ കേരളത്തിൽ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താന്ന് പോലും അറിയാതെ ആ അമ്മ രാവിലെ വന്ന് ഡോറ് തുറക്കുമ്പോൾ കാണുന്ന മോൻ മരിച്ചു കിടക്കുന്ന അവസ്ഥ. അത് കാണുന്നവർക്കേ അത് മനസ്സിലാകത്തുള്ളൂ. തിരക്കുള്ള ബസ്സിൽ കയറാൻ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള പുണ്യാളത്തിയാ ചേച്ചിയെങ്കിൽ ചേച്ചി ഒന്നെങ്കിൽ സ്വന്തമായിട്ട് വീട്ടിൽ ഒരു കാർ മേടിച്ചിട്ട് അതിൽ പോകണം. ചിലപ്പോൾ ചേച്ചി റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി തിരക്കില്ലാത്ത ബസ് വന്നിട്ട് അത് പറഞ്ഞു വിട്ടിട്ട് തിരക്കുള്ള ബസ് നോക്കി നിന്നെയായിരിക്കും ക്യാമറ ഓണാക്കി പിടിച്ചോണ്ട് നിൽക്കാൻ വേണ്ടി. സത്യമായിട്ട് ഇതിനൊക്കെ എന്തോ പറഞ്ഞാലും മതിയാവത്തില്ല. പുള്ളിക്കാരൻ മാറി പോയിട്ട് കീഴിലോട്ട് വന്നിട്ട് വീഡിയോ പിടിച്ചത് പുള്ളിക്കാരുടെ അഹങ്കാരം എന്നേ പറയാക്കത്തുള്ളൂ. ഇതിനൊക്കെ എന്തോ ശിക്ഷ കൊടുത്താലും സത്യം പറഞ്ഞാൽ മതിയാവത്തില്ല. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പുള്ളിക്കാർ പയറുമാരി ഇറങ്ങി വരുമായിരിക്കും. പക്ഷെ ആ പുള്ളിക്കാരന് പോയത് പുള്ളിക്കാരന് മാത്രം നഷ്ടപ്പെട്ടത്. ഇനി ഒരു ബസ്സിലും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആണുങ്ങളൊക്കെ സൂക്ഷിച്ച് കണ്ടുമൊക്കെ ബസ്സിൽ കയറുക. ഇനിയിപ്പോൾ അത് നമുക്ക് അതേ പറയാക്കത്തുള്ളൂ. എന്തായാലും നമുക്ക് ഈ ചേച്ചിക്ക് ഇനി എന്തോ ശിക്ഷ കൊടുക്കുന്നതെന്നൊക്കെ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇവരെ കയ്യെ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ല ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇത് എനിക്കത് പ്രതികരിക്കണമെന്നുണ്ടായിരുന്നു, അതാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് ഇട്ടത്. എന്തായാലും നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.